ശ്രീ ഫക്രുദ്ദീൻ, ഉണ്ണി മുകുന്ദൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറയുന്നത് മാർക്കോ അല്ലേ? അതിനു മുമ്പ് മാളികപ്പുറം സിനിമയിലൂടെയും വലിയൊരു സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ഇദ്ദേഹം മലയാളം വിട്ട് തന്നെ ഇനിയും സൂപ്പർ സ്റ്റാറായി മാറുമോ എന്നുകൂടിയാണ് അറിയേണ്ടത്. ഉണ്ണി മലയാളത്തിൽ ഓൾറെഡി സൂപ്പർ സ്റ്റാറായി മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ എന്ന ഏകലവ്യം എന്നുള്ള സിനിമയോട് കൂടിയിട്ടാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കമ്മീഷനോട് കൂടിയിട്ടാണ്. തുടർച്ചയായ വിജയങ്ങളാണ്. അതേപോലെ ദിലീപ് പിന്നെ ഇഷ്ടം സിനിമ ഹിറ്റാവുന്നു. അത് കഴിഞ്ഞ് ഇടക്കൊരു സിനിമയും കൂടി വരുന്നു. പിന്നെ മീശമാധവൻ മൂന്നാമത്തെ ഹിറ്റോടുകൂടി നമ്മുടെ മുന്നിൽ ഇപ്പം നമുക്കൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയത്ത് അടുത്ത മീശമാധവനോട് കൂടി സുരേഷ് ഗോപി ദിലീപ് സൂപ്പർ സ്റ്റാറാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് ആദ്യം ആ രാത്രി എന്നുള്ള ഒറ്റ സിനിമ, അതിനു മുമ്പ് ചെറിയ ഹിറ്റുകളൊക്കെ വന്നു. ആ രാത്രി ജോഷി സാറിൻ്റെ ആ സിനിമയോട് കൂടി മമ്മൂക്ക ഹിറ്റാണ്. മോഹൻലാലാണെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രിയദർശൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. തമ്പി കണ്ണന്താനത്തിൻ്റെ ആക്ഷൻ പടം ഹിറ്റായതോടുകൂടി പിന്നെ മോഹൻലാൽ അന്നോട്ട് ഇന്ന് വരെ ഒരു മാറ്റമില്ലാത്ത സൂപ്പർ സ്റ്റാറാണ്. അസെൻഡിങ് സൂപ്പർ സ്റ്റാറാണ് അന്നോട്ട് ഇന്ന് വരെ. പിന്നെ കഴിഞ്ഞൊരു വർഷമാണ് മൂപ്പർക്ക് കുറച്ചൊരു ക്ഷീണം ഉണ്ടായത്. പക്ഷേ അതെനിക്ക് അത്ര പക്ഷേ നല്ല വേഷങ്ങൾ ചെയ്തൊരു വർഷം കൂടിയാണ്. പ്രധാനമായിട്ട് വാലിബൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ഒരു ക്ലാസിക്കൽ. നാളെ ഒരുപക്ഷെ ഇപ്പം നമ്മൾ ആ സിനിമയൊക്കെ പറയുന്നില്ലേ, ലാൽ സാറിൻ്റെ തന്നെ പഴയ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തേ സിബി മലയിലെ എന്താണ് അലീന എന്ന് പാട്ടൊക്കെ ഉള്ളത് ദേവദൂതൻ. അതുപോലെ നാളെ ഭയങ്കരമായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഈ പറയുന്ന മലൈക്കോട്ടെ ബാലവൻ. അതൊരു ക്ലാസും മാസുമായ പടമാണ്. അത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത്. രണ്ട് മോഹൻലാലിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷനും ലിജോയെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷനും ക്ലാഷ് ആവുകയും. ലിജോയുടെ സിനിമയാണ്, മോഹൻലാലിൻ്റെ സിനിമയല്ല, ലിജോയുടെ പടമാണ്. അപ്പോൾ അങ്ങനെ മോഹൻലാലിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ ആ രീതിയിൽ വർക്കൗട്ട് ആകാതുകൊണ്ട് ആ സിനിമ ഹിറ്റാകാതെ പോയത്. പക്ഷെ നാളെ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കും. ഉണ്ണി മേപ്പടിയാൻ കുഴപ്പമില്ല, ഉണ്ണിയുടെ തന്നെ പ്രൊഡക്ഷൻ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞ് മാളികപ്പുറം അൺഎക്സ്പെക്റ്റഡ്ലി ഭയങ്കര ഹിറ്റായി. അതിനുശേഷം കണ്ടിന്യൂസ് അടുത്ത വന്നത് ജയഗണേഷും ഹിറ്റായി, ഇത് സൂപ്പർ ഹിറ്റായി. അപ്പോൾ സ്വാഭാവിക കേരളത്തിൽ സൂപ്പർ സ്റ്റാറായി ഉണ്ണി മാറിക്കഴിഞ്ഞു. ഉണ്ണി മുമ്പേ മാറേണ്ടതായിരുന്നു. ഉണ്ണിക്ക് അതിൻ്റെ എല്ലാ ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല സൗന്ദര്യം. ഉണ്ണീൻ്റെ അത്ര സൗന്ദര്യമുള്ള നടൻ മുമ്പുണ്ട് എനിക്കൊന്നും ജയനാണോ ഉണ്ണീനെ പോലെ. കാരണം ശരീര സൗന്ദര്യമുണ്ട്, മുഖസൗന്ദര്യമുണ്ട്, സൗണ്ടും ഉണ്ട്, കണ്ണും. ജയൻ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ജയൻ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ ജയനെ അങ്ങനെ വലിയ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അംഗീകരിക്കത്തില്ല. ജയൻ ഭയങ്കര സൗന്ദര്യമാണ്. അന്നത്തെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാണല്ലോ, എൻ്റെ കണ്ണുകൾ, എൻ്റെ സൗണ്ട്, എൻ്റെ തൊലിയുടെ ടോണ്. ജയനൊരു സംഭവമായിരുന്നു. ജയൻ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് ജയൻ മാറുമായിരുന്നു. ഉണ്ണി മുകുന്ദൻ അങ്ങനെയാണ്. അപ്പം പിന്നെ ആ ജയൻ്റെ ആ ഒരു പിന്നെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ നസീസത കഴിഞ്ഞ പിന്നെ നമുക്ക് മമ്മൂക്കയാണ്. മോഹൻലാൽ സ്റ്റാർ ആവുന്നത് അത് അഭിനയസിദ്ധിയാണ്. അപ്പം ഉണ്ണി ഓൾറെഡി സ്റ്റാർ. ഉണ്ണിയുടെ ചില എടുത്തിയാട്ടങ്ങളൊക്കെ കൊണ്ടാണ് ഉണ്ണി ചില കശവിഷകൾ ഉണ്ടാക്കുന്നത് സെറ്റിൽ. ഉണ്ണി എന്താ ഇഷ്ടപ്പെട്ടില്ല, ഉണ്ണി തല്ലിയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ കൊണ്ടും. പിന്നെ ഉണ്ണി ഈ പറഞ്ഞ ഉണ്ണി തന്നെ നാളെ പറയണ്ടായി. ഉണ്ണിയുടെ വലിയൊരു മല്ലൂസിങ് ആണല്ലോ, അതിൽ ഉണ്ണി ഡബ് ചെയ്തില്ല. സമയത്ത് ആദ്യകാലം മമ്മൂക്ക ഒന്നും ഡബ് ചെയ്തില്ല, ഉണ്ണിക്ക് ഇതറിയില്ല. അപ്പോൾ അതിൽ ഡബ് ചെയ്യേണ്ട കുറച്ചുകൂടി നല്ല സൗണ്ട്, അങ്ങനെയുള്ള ക്യാരക്ടർ അമ്മായി സൗണ്ടും കൂടി വരണം. ഉള്ളത് കൊടുക്കാൻ തന്നപ്പോൾ ഉണ്ണി പിണങ്ങിപ്പോയി. പിന്നെ കുറേ ഇത് ഹിറ്റായി പടം തിയേറ്ററിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ണി തിരിച്ചു വന്നതാണ് ഉണ്ണി എഴുതിയത്. ശരിക്കും അതിൻ്റെ അന്ന് തന്നെ മല്ലൂസിങ് ഹിറ്റായി അടുത്തത് ഒരു പടം കൂടി ഹിറ്റാക്കാനുള്ള ചുമതല ഉണ്ണിക്കായിരുന്നു. ഉണ്ണി ചെയ്തില്ല, ഉണ്ണി നേരെ ഗുജറാത്ത് പോയി. അപ്പം അന്നേ സ്റ്റാർ ആവേണ്ടതായിരുന്നു. അതിനിടയ്ക്കാണ് ടോവിനോ ഒക്കെ വന്ന് സൂപ്പർ സ്റ്റാറായി, ദുൽഖർ വന്നു സൂപ്പർ സ്റ്റാറായി. പിന്നെ ദുൽഖർ ബ്രേക്ക് എടുത്ത് മറ്റു ഭാഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ണി റൈറ്റ് ടൈം, ഇത് ഉണ്ണിയുടെ സമയമാണ്. പക്ഷേ ഈ സൂപ്പർ സ്റ്റാർ ആകുന്നു എന്ന് പറയുമ്പോൾ സൂപ്പർ സ്റ്റാർ എന്താ പറഞ്ഞുതരാം. സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ പേരും കേൾക്കുക ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, മറ്റൊന്നും ആലോചിക്കാതെ. അത് നിൽക്കുന്ന കാലത്ത്, അത് അങ്ങനെ ആവുന്ന സമയത്ത് അതങ്ങനെ നിൽക്കുന്ന കാലത്താണ് നിങ്ങൾ സൂപ്പർ സ്റ്റാറാണ്. ഇപ്പോൾ രജനീകാന്ത്, മോഹൻലാൽ പൊങ്ങിയതിൻ്റെ ശേഷം ഒരിക്കലും താണിട്ടില്ല. മമ്മൂക്ക, ഈ കേസ് വരുന്നവരെ ദിലീപ്, സുരേഷ് ഗോപിൻ്റെ കാര്യമായാലും മൂപ്പര് കുറേ കാലം ഇങ്ങനെ നിൽക്കും, പിന്നെ കുറച്ച് മൂപ്പര് ബ്രേക്ക് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ആ സമയത്ത് കുറച്ച് ഫ്ലോപ്പാണ്. പിന്നെ ഒരു മൂന്നാമത്തെ വരവ് ലോക സിനിമയിൽ അപൂർവം ചില ആളുകൾ വന്നിട്ടുള്ളൂ. അത് സുരേഷ് ഗോപിയാണ്. അപ്പം സുരേഷ് ഗോപി ഇപ്പോൾ സൂപ്പർ സ്റ്റാറാണ്. സുരേഷ് ഗോപിൻ്റെ പേരൊക്കെ നമ്മൾ സിനിമ കാണുന്നുണ്ട്, OTT-യിലാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ അത് ഉണ്ണി മുകുന്ദൻ്റെ പേര് അടുത്ത ഭയങ്കര തള്ളായിരിക്കും ഈ സൂപ്പർ സ്റ്റാർ. അപ്പോൾ എനിക്കൊരു സംശയം, മലയാളത്തിൽ ഈ ലബ്ധപ്രതിഷ്ഠരായ കുറച്ച് സൂപ്പർ സ്റ്റാറുകളുണ്ട്, അവർ ചിലപ്പോൾ ഇത് അട്ടിമറിക്കുമോ? ഒന്നും ചെയ്യില്ല. അവരൊക്കെ എന്ത്, മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. അങ്ങനെ അതൊക്കെ സിനിമയായിട്ട് നമ്മൾ കൂടുതൽ വിചാരിക്കുന്നത്. അങ്ങനെ അട്ടിമറിക്കുന്ന കാര്യമൊന്നും ഇല്ലാന്ന്. ഇപ്പം പലരെയും ഇപ്പം മമ്മൂക്കാനെ തന്നെ നസീസ ആദ്യം അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ലേ.
അതങ്ങനെയാണ്, ആരും അങ്ങ് അട്ടിമറിക്കുന്നൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്ടിമറി എന്താണ് ശ്രമങ്ങൾ നേരിട്ട രണ്ടുപേരും, ഒന്ന് പൃഥ്വിരാജ്, ഒന്ന് ദിലീപാണ്. ദിലീപിന് ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് പോലും സിനിമയിലൊന്നും ഇല്ല, കഷ്ടപ്പെട്ട ഒന്നാണ്. പൃഥ്വിരാജ് ആണെങ്കിൽ ഈ പറഞ്ഞ പൃഥ്വിരാജിനെ പലപ്പോഴും പൃഥ്വിരാജിനെ പലരും മറിച്ചിടാൻ നോക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ലബ്ധപ്രദർശനം നടന്മാരെന്നല്ല, അത് ചേച്ചി തന്നെ, പൃഥ്വിൻ്റെ അമ്മ തന്നെ, എനിക്കവരെ പരിചയമല്ല, പക്ഷേ എല്ലാവരും ചേച്ചി നൽകി നമ്മൾ ചേച്ചി വിളിക്കും. പിന്നെ വലിയ ചേച്ചി തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാലും അലേട്ടണമെന്നല്ല, അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് വേറെ ചില ആളുകളുണ്ട് പല ഫ്യൂഡും അസൂയൊക്കെ വെച്ചുകൊണ്ടുള്ളത്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം ഈ മലയാളത്തിലെ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ താരരാജാക്കന്മാരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാറുണ്ട്. അവരുള്ളതുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് പോകുന്നത്. ഇപ്പോൾ തന്നെ നസീസ ഉള്ളതുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ ഭരതൻ, പിന്നെ ഈ അരവിന്ദനൊക്കെ ജീവിച്ചു പോയത്. കാരണം ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത് ഇവർ കൊണ്ടുപോകുന്ന ഹ്യൂജ് ഹിറ്റുണ്ട്. അതുകൊണ്ടാണ് പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് ജനറൽ പിക്ചേഴ്സിനെ പോലുള്ള ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ അടൂരിനൊക്കെ വെച്ച് സിനിമ എടുക്കുന്നത്. അല്ല, എല്ലാ പടങ്ങളും ഫ്ലോപ്പായുള്ള അവസ്ഥ വെച്ച് നോക്കും. അതുകൊണ്ട് അവരാണ് സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് സിനിമയെ നിലനിർത്തുന്നത്. ആഫ്റ്റർ ഓൾ അതിൻ്റെ കൂടെ സൂപ്പർ ഡയറക്ടേഴ്സ് വരുമ്പോൾ ജോഷി സാറിന് പകരം വെക്കാൻ ഡയറക്ടർ അന്നും ഇല്ല ഇന്നും ഇല്ല. ഈ നാളെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റും, ഇത്രയും കാലഘട്ടം. അതുപോലെ തന്നെ പിന്നെ റൈറ്റേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പം രഞ്ജി പണിക്കർ, രഞ്ജിത്ത്, അതിൻ്റെ മുമ്പാണെങ്കിൽ പത്മരാജൻ, സൂപ്പർ റൈറ്റേഴ്സ്, പിന്നെ സച്ചി, അവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണല്ലോ. അവരൊക്കെ തന്നെയാണ് സിനിമയെ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നല്ല അത്. പിന്നെ എല്ലാ മനുഷ്യന്മാരാണ്, എല്ലാ മേലുള്ള പോലെ മത്സരങ്ങളുണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവേ സിനിമയിൽ അങ്ങനെ പുറത്തുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൻ്റെ വാലിലൊന്നും സിനിമയിൽ ഈ പറയുന്നതിനെ വെട്ടം തിരുത്തലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആളുകൾ സിനിമ എന്ന് വെച്ചാൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു, ലൈംലൈറ്റ് നിൽക്കുന്നതിന് കൂടെ ചർച്ച ചെയ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റു ഭാഷകളിലേക്ക് പിന്നെ അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ണി സൂപ്പർ സ്റ്റാർ തന്നെയാണ്, സൂപ്പർ സ്റ്റാർ ആയി. കാരണം നമ്മൾ അടുത്ത ഉണ്ണിയുടെ പടം നമ്മൾ കണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ സിനിമ കാണില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും വയലൻസ് താങ്കളെ ശേഷിയില്ല, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടതുമില്ല. പക്ഷേ ഇവിടെയുള്ള ബാക്കി നമ്മളെ പയ്യന്മാരുണ്ട്, നന്ദൊക്കെ പോയി നിന്ന് കാണും. കാരണം പയ്യന്മാരല്ല, അവർക്ക് വയലൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേ ഉണ്ണിയുടെ അടുത്ത പടം വരുമ്പോൾ നമ്മൾ പോയി കാണും. ഞാൻ പോയി, ഇപ്പോൾ വയലൻസ് ഇല്ലാത്ത പടമാണ് ഞാൻ പോയി കാണും, വലിയ വയലൻസ് ഇല്ലാത്ത പടമാണ് ഞാൻ പോയി കാണും. ഉണ്ണി മൂന്നുള്ള പേരാണ്. ആ പടം ഫ്ലോപ്പായി, അടുത്ത പടം ഫ്ലോപ്പായാൽ ഇതിനെ ബാധിക്കും അത്. അപ്പോൾ ഉണ്ണിക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് നിലനിർത്തുന്നുള്ള സ്റ്റോറി സെലക്ഷനൊക്കെ. പിന്നെ മറ്റ് നാടുകളിൽ നമ്മളിപ്പം ഒരു പടമാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഗുജറാത്തിൽ ഉണ്ണി പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തിയേറ്ററുണ്ട്, അവിടെ ഉണ്ണിയുടെ ഒരു ഹിന്ദി പടം കളിക്കണം എന്നുള്ളത്. അതാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ണി വന്നിട്ടുള്ളത്. അപ്പോൾ ആരെയും ചോദിച്ചു അവന് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു പടത്ത് അവിടെ കൊണ്ട് കളിച്ചാൽ പോലും. അങ്ങനെയല്ല, ആ ഭാഷയിൽ വന്നിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്ത് കാണണം. അപ്പോൾ ഇപ്പോൾ ഉണ്ണിയുടെ ആഗ്രഹം സാധിച്ചു, ആ തിയേറ്ററിലൊക്കെ ഉണ്ണിയുടെ പടം കളിക്കുന്നുണ്ടോ. അപ്പോൾ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ണി ഒരു വരവ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഭാസ് ചെയ്ത പോലെ, യഷ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പുഷ്പയിൽ അല്ലു അർജുൻ ചെയ്ത പോലെ ഇനി അങ്ങോട്ട് അത് ഒരുപാട് ഓഫർ വരും ഉണ്ണിക്ക്. വളരെ സെലക്റ്റീവാണത്. കഥ നോക്കണം, പിന്നെ ഈ പറയുന്ന പോലെ ജ്യോത്സ്യനെ കാണണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നതാണ്. ജ്യോത്സ്യനെ കാണണം, കഥ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഉണ്ണി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ വളരെ ആത്മനിയന്ത്രണത്തോടു കൂടി മുന്നോട്ട് പോകണം. ആരെയും അധികം വെറുപ്പിക്കാതെ, എന്നാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ്. പിന്നെ ഈ സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഉപദേശകന്മാരാണ്, ഞങ്ങൾ മാനേജർ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൂടും. ഇതിൻ്റെ അവസാനം നല്ല കഥകൾ എത്തുന്ന ചിലപ്പോൾ ഇവന്മാർ ഇങ്ങനെയൊക്കെ പല ആളുകൾക്കും പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ണി ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഭാഷകൾ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ഗ്യാപ്പ് വന്നാൽ, എനിക്കിപ്പോൾ ദുൽഖറിൻ്റെ അടുത്തുള്ള വലിയ പേടിയതാണ്. ദുൽഖർ ഇപ്പം കേരളത്തിൽ മലയാളത്തിൽ അധികം സിനിമ ചെയ്യുന്നില്ല. റഹ്മാൻ പണ്ട് ഇതുപോലെ ചെയ്തതാണ്. മലയാളത്തിൽ വലിയ സ്റ്റാറായി തമിഴ്നാട്ടിലൊക്കെ പോയി, പിന്നെ അവിടെ വലിയ സ്റ്റാറായി, പിന്നെ അവിടെ തന്നെ സിനിമ ചെയ്തു. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ബ്ലോക്കായിപ്പോയി. ദുൽഖറിന് ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ദുൽഖർ മലയാളം തീരെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഇടയ്ക്ക് മലയാളത്തിൽ സിനിമകളും ചെയ്തു പോകണം. അപ്പോൾ അത് ഉണ്ണി മൂന്നിൻ്റെ ഒരു ഏരിയ ഏതാണ്, ഇൻഡസ്ട്രി ഏതാണ്, മലയാളം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ സേഫാക്കി എന്തിനാണ് മറ്റുള്ളത് കളിക്കുക. അവിടെ വളരെ സെലക്റ്റീവ് ആണ്. എല്ലാ സിനിമയും ചാടിക്കതി അഭിനയിക്കരുത്. ഉണ്ണിക്ക് ആ സ്വഭാവമുണ്ട്. എനിക്കൊരു ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സിനിമയും ചാടിക്കതൊക്കെ അഭിനയിച്ചാളി, ഇതിനുള്ള ഇമേജ് കളയും. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇതുപോലെ കയറി വരികയായി. അപ്പോൾ ഇനി അതിന് സമയമില്ല. എനിക്ക് ഏജ് പണ്ടത്തെ പയ്യനല്ലല്ലോ, ഇപ്പോൾ 30 വയസ്സായില്ലേ. അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്, വളരെ സൂക്ഷിച്ചു. ഞാൻ ജ്യോതിഷം പറയാൻ കാരണം ചിലപ്പോൾ നല്ല കാലം, നല്ല ഏജ്, എല്ലാ പടവും നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നല്ല കാലം മോശം കാലമൊക്കെ ഉണ്ടല്ലോ. ദിലീപിൻ്റെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറും എന്ന് ഓൾറെഡി മാറി. ഇനി അത് നിലനിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. പ്രഭാസ് ഒരുവിധം നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ പുഷ്പയിലൂടെ അല്ലു നിലനിർത്തിയിട്ടുണ്ട്, KGF 2 യഷും നിലനിർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നിലനിർത്താൻ പറ്റണം. ഉണ്ണിക്ക് ഇവർക്കൊന്നും ഇല്ലാതെ അഡ്വാൻറ്റേജ്. ഉണ്ണിന് ഉത്തരേന്ത്യ മുഖമാണ്. ഉത്തരേന്ത്യ ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ സവർണ ശരീരവും സവർണ മുഖമാണ്.
ഉത്തരേന്ത്യൻ മുഖമാണ്. അത് മാത്രമല്ല നന്നായി ഹിന്ദി അറിയാം. പിന്നെ ഗുജറാത്തി കമ്മ്യൂണിറ്റി ലോകത്തെ ഏറ്റവും ശക്തമായ ഡയസ്പോറയാണ്, കുടിയേറ്റക്കാരാണ്. അപ്പോൾ അവരെ ഭാഷ നന്നായിട്ട് ഈ ഉണ്ണി സംസാരിക്കും. അപ്പോൾ സ്വാഭാവികം അവരുടെ ഇടയിലേക്ക് ഉണ്ണിക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ള ഈ പാനിന്ത്യ സ്റ്റാർസിൽ ഇല്ലാത്ത അഡ്വാൻറ്റേജ് ഉണ്ണിക്കുണ്ട്. അത് ഉണ്ണി എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതൊക്കെ മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ ഉണ്ണി അടുത്തൊരു ഈ പാനിന്ത്യ സ്റ്റാറുകൾ ഉണ്ണി നമ്പർ ഉണ്ടാവും. പക്ഷേ ഉണ്ണിയുടെ നേറ്റീവ്സ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉണ്ണി നേരിട്ട് പരിചയമൊന്നുമില്ല. എടുത്തുചാട്ടമുണ്ട്. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി ആളുകൾ പറയുന്നതിന് ഇങ്ങനെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ണി അത് ക്യാരീഡായി പോകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ണി നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. പിന്നെ കേരളം കൃത്യമായിട്ട് 2 പടമെങ്കിലും ഓരോ വർഷം കേരളത്തിൽ ചെയ്യണം. നല്ല കേരളം ചെയ്യുന്ന പടങ്ങൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും. വളരെ എന്താ വെച്ചാൽ അത്രയും ഒരു ദിലീപിൻ്റെ ഒരു സ്റ്റോറി സെൻസിനെ പറ്റി എല്ലാവരും പറയണം. ഇപ്പോൾ രാജസേനൊക്കെ പറയും ദിലീപിൻ്റെ ഏറ്റവും വലിയ വിജയം ദിലീപിൻ്റെ സ്റ്റോറി സെൻസ് ആയിരുന്നു. അതാണ് ദിലീപിൻ്റെ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് ഹിറ്റ് വന്നത്. അത് ആ ഒരു സ്റ്റോറി സെൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ നല്ല സ്റ്റോറി സെൻസുള്ള എന്നാൽ നമ്മളെ കൂടെ നശിപ്പിക്കാത്ത ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള നല്ല ഏതെങ്കിലും ആളുകളെ കിട്ടാൻ പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണ്ണിക്കൊരു അസറ്റായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.